കലോത്സവ വേദിയിൽ മത്സര ഇനങ്ങൾ പുരോഗമിക്കുകയാണ്. പല വേദികളിലും കടുത്ത മത്സരം അരങ്ങേറുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വലിയ ജനക്കൂട്ടമാണ് മത്സരങ്ങളൊക്കെ കാണാൻ. കലോത്സവ വേദിയിലെ ഓരോ കൈയടിയും കലാപ്രതിഭകൾക്ക് മാത്രമുള്ളതല്ല, അത് അവരെ പരിശീലിപ്പിച്ച് തട്ടിൽ കയറ്റുന്ന അധ്യാപകർക്ക് കൂടിയുള്ളതാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി മാപ്പിള കലകളുടെ പരിശീലകനായ ഒരു തൃശ്ശൂർക്കാരനുണ്ട്, വിൻഷാദ്. ഇത്തവണ 100 കുട്ടികളുമായിട്ടാണ് വിൻഷാദ് കലോത്സവ വേദിയിൽ എത്തുന്നത്. കലോത്സവം എന്ന് പറയുന്നത് കുട്ടികളുടേത് മാത്രമല്ല, ഓരോ അധ്യാപകന്റെയും കൂടി ഉത്സവമാണ്. ഓരോ കലോത്സവത്തിനും ഓരോ മത്സര ഇനങ്ങൾക്ക് പിന്നിലും ഒരു അധ്യാപകന്റെയും ഒരു കലാകാരന്റെയും വർഷങ്ങളുടെ കഠിനാധ്വാനമുണ്ട്. അത്തരത്തിൽ തന്റെ 100 ശിഷ്യന്മാരുമായി എത്തിയിരിക്കുകയാണ് വിൻഷാദ് കയ്പമംഗലം. ഇത് ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജോലി തന്നെ മാറ്റിവെച്ച ഒരു മാഷിന്റെ കഥയാണ്. മാപ്പിള കലകളോടുള്ള അളവറ്റ താല്പര്യം ഏവിയേഷൻ ജോലി രാജിവെക്കാൻ പ്രേരിപ്പിച്ചു. പിന്നീട് ഇങ്ങോട്ട് ഇത്തരം കലകൾ അഭ്യസിപ്പിക്കുന്നതിൽ ചുവടുറപ്പിച്ചു. ഈ മാഷിന്റെ പേര് വിൻഷാദ്. ഒരു 20 വർഷക്കാലമായിട്ട് കലോത്സവ വേദിയിലുണ്ട്. ഒരു 2 പതിറ്റാണ്ടുകളായി. അതിൻ്റെ സന്തോഷമുണ്ട്. കാരണം ഈ തൃശ്ശൂർ വെച്ച് നടക്കുമ്പോൾ അത് ഇരട്ടി മധുരം തന്നെയാണ്. കാരണം വെച്ചാൽ സ്വന്തം നാടാണ്. ഇത്തവണ ഇദ്ദേഹം എത്തിയത് 100 കുട്ടികളുമായാണ്. വിവിധ തരം മാപ്പിള കലകൾ വേദികളിൽ നിറയും. വിൻഷാദ് മാഷ് കൂടെയുണ്ടെങ്കിൽ കുട്ടികൾക്കും ആത്മവിശ്വാസമേറും. നമ്മളവരെ കൂടല്ലേ, നമ്മൾ ജനിച്ചാണ്. കാരണം വെച്ചാൽ നമ്മളവരെ ഒപ്പം നിൽക്കല്ലേ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് പഴയ സ്റ്റുഡൻസ് പറയും ഇപ്പോഴും എന്താ പറയുക യങ്ങാണെന്നുള്ള പറയാം. വയസ്സ് വെറും നമ്പറില്ല. ഫോൾക്ലോർ അക്കാദമി അവാർഡ് വരെ അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, വളരെ നല്ല രീതിയിൽ അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. വളരെ നല്ലൊരു കാര്യത്തെയാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇങ്ങനത്തെ ഒരു ഇതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇതേ കുട്ടികൾ തന്നെയാണ് വിൻഷാദ് മാഷിന്റെ സമ്പാദ്യവും. തന്റെ ശിഷ്യന്മാരുമായി കലോത്സവ വേദികളിൽ നിന്ന് വേദികളിലേക്ക് മാഷിന്റെ ജൈത്രയാത്ര തുടരുകയാണ്. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.